ഹലോ എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ടും 5 ടൈപ്സ് ഓഫ് IPRs ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ജിയോഗ്രഫിക് ഇൻഡിക്കേഷൻ ആൻഡ് ഇത്രയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്? ഒരു പേഴ്സന്റെ അയാളുടെ പുതിയ ഇന്നോവേഷൻസിന്, അയാളുടെ ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള അയാളായിട്ട് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യത്തിന് അതിനെ അയാൾക്ക് അങ്ങനെ അയാളെ കണ്ടുപിടുത്തത്തിന്മേലുള്ള ആ ഒരു പൊസഷൻ, അയാളുടെ ആ ഒരു റൈറ്റ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. IP refers to the creation of human mind, such as inventions, artistic work, trademark and trade secrets. ഒരാള് അയാളുടെ ഇന്നോവേഷൻസ്, അയാളുടെ ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതിൽ ഫസ്റ്റ് ആണ് പേറ്റന്റ് എന്ന് പറയുന്നത്. പേറ്റന്റ് എന്ന് പറയുന്നത് ഒരാൾ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ പുതിയ ഇന്നോവേഷൻസിനൊക്കെ വേണ്ടിയിട്ട്, അയാളുടെ ഇന്നോവേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു റൈറ്റിനെയാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ഫോർ ഇൻവെൻഷൻസ്. ദെൻ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതിന് പേറ്റന്റ് എന്ന് പറയുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി ന്യൂ. അത് പുതുതായിട്ടുള്ളതാണ്, ഓൾറെഡി ഉള്ള ഒരു കാര്യമാവാൻ പാടില്ല. ദെൻ ഇൻസെന്റീവ് സ്റ്റെപ്പ്, അതൊരു ഇൻസെന്റീവ് സ്റ്റെപ്പ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി capable ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ ആപ്ലിക്കേഷന് capable ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആയിരിക്കണം. ഇത്രയാണ് പേറ്റന്റ് എന്താണ് എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി പേറ്റന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രോഡക്റ്റ് പേറ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോസസ് പേറ്റന്റ് ഉണ്ട്. പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് പ്രോഡക്റ്റ് പേറ്റന്റ് എന്ന് പറയുന്നത്. പ്രോസസ് പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ്, ഒരു ഹോൾ പ്രോസസ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിലുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ഫിനോമിനയിലുള്ള ഒരു പ്രോസസ്സാണ് ഇയാളെ ഇന്നോവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോസസ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് പേറ്റന്റ് ആണ്. പേറ്റന്റ് എങ്ങനെയൊക്കെയാണ് ലീഗലി പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് എന്ന്. ഫസ്റ്റ് വൺ, പേറ്റന്റ് റൈറ്റ്. ആരാണോ ഇത് ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്, അയാൾക്ക് അപ് ടു 20 ഇയേഴ്സ് ആണ് ഇന്ത്യയിൽ പേറ്റന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ആ 20 വർഷം വരെ അയാൾക്ക് ആ ഒരു ഇൻവെൻഷന്റെ മേലില് ഒരു റൈറ്റ് ഉണ്ട്. അത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സെല് ചെയ്യാനൊക്കെ 20 വർഷം വരെ അയാൾക്കാണ് അതിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് യൂസ് ആണ്. അതായത് ആരാണോ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ, അയാളുടെ കൺസെന്റ് ഇല്ലാതെ വേറെ ആരെങ്കിലും ആ ഒരു ഇൻവെൻഷനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സിവിൽ റെമഡീസ്. ഇപ്പോ പേറ്റന്റിന് അല്ലെങ്കിൽ പേറ്റന്റി, ആർക്കാണോ പേറ്റന്റ് കിട്ടിയിട്ടുള്ളത് അയാളാണ് പേറ്റന്റി എന്ന് പറയുന്നത്. അയാൾക്ക് അയാളുടെ ഇൻവെൻഷൻ വേറൊരാള് അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ സിവിൽ പ്രൊസീഡിങ്സ് എടുക്കാം. കോർട്ടില് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ദെൻ സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസ്. സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീഗലി മൂവ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഇയാൾക്ക് തോന്നുകയാണ് ഒരാള് ഇങ്ങനെ എന്റെ പേറ്റന്റ് റൈറ്റ് ഉള്ള ഒരു സംഭവം ഇയാൾ കോപ്പി അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കേസും കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് പോകുന്നതിന് പകരം ഇയാളെ വാൺ ചെയ്യാം, ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതിനെയാണ് സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസ് എന്ന് പറയുന്നത്. ദെൻ കസ്റ്റംസ് ഇന്റർവെൻഷൻ. കസ്റ്റംസ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇസ് എ പ്രിവെന്റിങ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് ഇൻഫ്രിഞ്ച് ഇൻവെൻഷൻ. ഇയാളുടെ ഇൻവെൻഷനെ അല്ലെങ്കിൽ ഇയാളുടെ കണ്ടുപിടിച്ചിട്ടുള്ള സംഭവത്തിന് ഇൻഫ്രിഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റംസിനോട് ഇയാൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഇമ്പോർട്ടോ എക്സ്പോർട്ട്സോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അതാണ് കസ്റ്റംസ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ദെൻ ക്രിമിനൽ ആക്ഷൻ. ക്രിമിനൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൽഫുള്ളി ഒരാള് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഒരാള് ഇൻഫ്രിഞ്ച്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ
ഈ പേറ്റന്റിക്ക് ക്രിമിനൽ ആക്ഷൻസ് എടുക്കാവുന്നതാണ്. ദെൻ പേറ്റന്റ് റെവോക്കേഷൻ. ഇപ്പൊ ഒരാൾക്ക് പേറ്റന്റ് കൊടുത്തു, അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇത് അല്ലെങ്കിൽ പേറ്റന്റ് ഇയാൾക്ക് അർഹത ഇല്ല എന്നിപ്പോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ റിവൊക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇത്രയാണ് ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് പേറ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ ഗെറ്റിംഗ് എ പേറ്റന്റ്. പേറ്റന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫയലിംഗ് ഫോർ പേറ്റന്റ് ആപ്ലിക്കേഷൻ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പേറ്റന്റ് ആപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്, അപ്ലൈ ചെയ്യാം. ദെൻ പബ്ലിക്കേഷൻ. ആഫ്റ്റർ 18 months ഓഫ് ആപ്ലിക്കേഷൻ, നമ്മൾ അപ്ലൈ ചെയ്ത് 18 മാസത്തിന് ശേഷം ആ കൺസേൺ അതോറിറ്റി അത് പബ്ലിഷ് ചെയ്യും. ദെൻ ഒപ്പോസിഷൻ. ദേ വിൽ ഇൻവൈറ്റ് ഫോർ ഒപ്പോസിഷൻ. അതായത് ഇതിനെ ആർക്കെങ്കിലും ഒപ്പോസ് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള ഒപ്പോസിഷൻസ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യും. ഈ ഒപ്പോസിഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രീ ഗ്രാൻഡ് ഒപ്പോസിഷനും ഉണ്ട്, പോസ്റ്റ് ഗ്രാൻഡ് ഒപ്പോസിഷനും ഉണ്ട്. പ്രീ ഗ്രാൻഡ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പേറ്റന്റ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുന്നേ, പേറ്റന്റ് ഇഷ്യൂ ചെയ്യുന്നതിന് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ റൈസ് ചെയ്യുന്ന ഒപ്പോസിഷൻ ആണ് പ്രീ ഗ്രാൻഡ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം റൈസ് ചെയ്യുന്ന ഒപ്പോസിഷനാണ് പോസ്റ്റ് ഗ്രാൻഡ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ. ഈ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ക്രോസ് എക്സാമിൻ ചെയ്യും. Then first examination report. First examination report or FER. It is the first statement of application after proper examination. ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്തതിനു ശേഷം കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. Then amendment of objections by the applicant. ഈ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കന്റ് റെക്ടിഫൈ ചെയ്യും. അതാണ് ഈ സ്റ്റേജ് അമെൻഡ്മെന്റ് ഓഫ് ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രാന്റ് ഓഫ് പേറ്റന്റ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒബ്ജെക്ഷൻസോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒപ്പോസിഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒപ്പോസിഷൻസ് ഇല്ലെങ്കിൽ ദെൻ അതെല്ലാം കവറപ്പ് ചെയ്ത് കഴിഞ്ഞാല് ലാസ്റ്റ് ആ അതോറിറ്റി പേറ്റന്റ് ഗ്രാന്റ് ചെയ്യും. ദെൻ റിന്യൂവൽ ഫീസ്. ഇത്ര വർഷം കൂടുമ്പോൾ 20 years വരെ ഇത് റിന്യൂ ചെയ്യാനുള്ള ഫീസ് ഈ ആപ്ലിക്കന്റ് കൊടുത്തോണ്ടിരിക്കണം. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ഗെറ്റിംഗ് എ പേറ്റന്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ്. പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അൺഓതറൈസ്ഡ് യൂസിനെയാണ് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ പേറ്റന്റിയുടെ കൺസെന്റോ പെർമിഷനോ ഇല്ലാതെ മറ്റൊരാൾ അൺഓതറൈസ്ഡ് ആയിട്ട് ആ ഒരു ഇൻവെൻഷനെ യൂസ് ചെയ്യുന്നതിനെയാണ് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒന്ന് സ്കോപ്പ് ഓഫ് പേറ്റന്റ് ക്ലെയിംസ്. ഇപ്പൊ ഒരു ഇൻവെൻഷനിൽ എത്രത്തോളമാണ് ആ പേറ്റന്റ് ക്ലെയിംസ് ഉള്ളത്, അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ് കവർ ചെയ്യുന്നത്, എന്തൊക്കെ ഏരിയാസ് ആണ്, ആ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് പേറ്റന്റ് കവർ ചെയ്യുന്നത്, അതിനെയാണ് സ്കോപ്പ് എന്ന് പറയാം. ദെൻ ലിറ്ററൽ ഇൻഫ്രിഞ്ച്മെന്റ്. ലിറ്ററൽ ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓർ ഐറ്റം ഓഫ് ദ പേറ്റന്റ് ക്ലെയിം. ആ പേറ്റന്റ് ക്ലെയിമിൽ വരുന്ന എല്ലാ കാര്യവും അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുക, അതിനെയാണ് ലിറ്ററൽ ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡോക്ട്രിൻ ഓഫ് ഇക്വാലൻസ്. ഡോക്ട്രിൻ ഓഫ് ഇക്വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എല്ലാ ഐറ്റംസ് ഒന്നും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഇതിന്റെ സെയിം റിസൾട്ട് വരുന്ന സെയിം വേയില് തന്നെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക, അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ഇക്വലൻസ് എന്ന് പറയുന്നത്. അതായത് എല്ലാതും അതുപോലെയുള്ള സെയിം കോപ്പി പേസ്റ്റ് അല്ല, പക്ഷെ ഇതിന്റെ സെയിം റിസൾട്ട് വരുന്ന അല്ലെങ്കിൽ സെയിം വേ ഓഫ് പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഇൻഡയറക്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ്. ഇൻഡയറക്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിനെ ഇൻഡ്യൂസ് ചെയ്യാം ഇൻഫ്രിഞ്ച്മെന്റിന് വേണ്ടിയിട്ട്, അതിനെയാണ് ഇൻഡയറക്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ബർഡൻ ഓഫ് പ്രൂഫ്. ഇതൊരു എസെൻഷ്യൽ കണ്ടീഷൻ ആണ്. പേറ്റന്റി ഇങ്ങനെ ഇൻഫ്രിഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം, എവിഡൻസ് ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇത്രയാണ് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പേറ്റന്റ് ഡോക്യുമെന്റ്. ആ പേറ്റന്റ് ആ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈറ്റില്. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഇൻവെൻഷന്, അതിന്റെ ഒരു പ്രിസൈസ് കണ്ടന്റ് ആണ് ആ ടൈറ്റില്, ആ ഒരു ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെൻഷന്റെ ഒരു ബ്രീഫ് സമ്മറി കൊടുക്കുന്ന ഏരിയയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്.
ദെൻ ഡിസ്ക്രിപ്ഷൻ, ഇൻവെൻഷൻ എന്തൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അതിന്റെ കമ്പോണൻസ്, ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ ഏരിയയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ പാർട്ട്. ദെൻ ക്ലെയിംസ്. ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻഷൻ എത്രത്തോളം ലീഗലി ബൗണ്ടറീസ് ഉണ്ട്, ഏതൊക്കെയാണ് ഇതിന് കവർ ചെയ്യുന്ന ഏരിയാസ്, അത്രയാണ് ക്ലെയിംസിൽ പറയുന്നത്. ദെൻ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻഷൻസിന്റെ കാര്യങ്ങളോ ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രോയിങ്സോ ഇലസ്ട്രേഷൻസ് ഒക്കെ കൊടുക്കാം, ആ ഒരു ഏരിയയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രയർ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെൻഷന് മുന്നേ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുന്നേ ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇതൊരു ന്യൂ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത്, അത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് പ്രയർ ആർട്ടിൽ വരുന്നത്. ദെൻ ലീഗൽ ആൻഡ് ബിബ്ലിയോഗ്രാഫിക് ഇൻഫോർമേഷൻ, അതിലാണ് പേറ്റന്റ് ആപ്ലിക്കേഷൻ നമ്പർ, പബ്ലിക്കേഷൻ ഡേറ്റ്, പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ, നോവൽറ്റി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് ലീഗൽ ആൻഡ് ബിബ്ലിയോഗ്രാഫിക് ഇൻഫോർമേഷൻ എന്നുള്ള പാർട്ടിലാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ പേറ്റന്റ് സിസ്റ്റം. പേറ്റന്റ് സിസ്റ്റത്തിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പേറ്റന്റബിലിറ്റി ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റഡ് ഇന്റർവെൻഷൻ. സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടും വന്നിട്ടുള്ള ഇന്റർവെൻഷൻസിന് കൊടുക്കുന്ന പേറ്റന്റ്, അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ ഹാർമണൈസേഷൻ ഓഫ് ഇന്റർനാഷണൽ പേറ്റന്റ് സിസ്റ്റം. ഗ്ലോബൽ ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ബൗണ്ടറി സിസ്റ്റത്തിൽ വരുന്ന പേറ്റന്റ് സിസ്റ്റത്തിന്റെ ഹാർമണൈസേഷൻ, അത് കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാ രീതിയിലും ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാർമണൈസേഷൻ ഓഫ് ഇന്റർനാഷണൽ പേറ്റന്റ് സിസ്റ്റത്തിൽ വരുന്നത്. ദെൻ തേർഡ് വൺ ആണ് പേറ്റന്റ് എക്സാമിനേഷൻ എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി. എക്സാമിനേഷന്റെ എഫിഷ്യൻസിയും ക്വാളിറ്റിയും റിലേറ്റ് ചെയ്ത് വരുന്ന ഡെവലപ്മെന്റ് ആണത്. ദെൻ പേറ്റന്റിങ് ഇൻ എമർജിംഗ് ടെക്നോളജീസ്, പുതുതായിട്ട് വന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പേറ്റന്റ് ആണ് എമർജിംഗ് ടെക്നോളജീസിലുള്ള പേറ്റന്റ്. ദെൻ ആക്സസ് ടു മെഡിസിൻ ആൻഡ് പേറ്റന്റ് ഫ്ലെക്സിബിലിറ്റി, അതായത് അഫോർഡബിൾ മെഡിസിൻസ് ഒക്കെ ഈ പേറ്റന്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മൊണോപ്പൊളി പവർ ഉണ്ട്, അപ്പോൾ അതിന്റെ റേറ്റ് ഒക്കെ കൂടും, അപ്പൊ മെഡിസിൻസ് ഒക്കെ അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആക്സസ് ടു മെഡിസിൻസ് ആൻഡ് പേറ്റന്റ് ഫ്ലെക്സിബിലിറ്റീസ്. യൂഷ്വലി ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇത് അഫോർഡബിൾ ആൻഡ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ പേറ്റന്റ് ലിറ്റിഗേഷൻ ആൻഡ് കേസ് ലോ. പേറ്റന്റ് ലോ ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. സോ ഇത്രയാണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ പേറ്റന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റിലെ ഒരു IPR നമ്മൾ കവർ ചെയ്തു, ദാറ്റ് ഇസ് പേറ്റന്റ്. ഇനി സെക്കൻഡ് വൺ ആണ് ട്രേഡ് മാർക്ക്. ട്രേഡ്മാർക്ക് ആക്ട് 1999 defines it's a mark capable of being represented graphically and which is capable of distinguishing goods or services of one person from another and may include shape of goods, their packaging and combination of colors. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ മറ്റൊരാളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഇപ്പൊ നൈക്കിന്റെ ആ ഒരു ശരി എന്നുള്ള ആ ഒരു സിമ്പിൾ, അഡിഡാസിന്റെ സിമ്പിൾ, അങ്ങനെ എല്ലാത്തിനും ഓരോ ലോഗോസ് ഉണ്ട്. ആ ഒരു ലോഗോനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഉണ്ട്. ട്രേഡ് മാർക്കിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിനാണ് അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിനേക്കാളും കുറച്ചും കൂടെ ലീഗലി പ്രൊട്ടക്ഷൻ ഉള്ളത്. സോ ലീഗൽ പ്രൊട്ടക്ഷൻ ഫോർ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് മാർക്കിന് കിട്ടുന്ന ലീഗൽ പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൈമ ഫേസി എവിഡൻസ് ഓഫ് വാലിഡിറ്റി ആൻഡ് ഓണർഷിപ്പ്. ആ ഓണർഷിപ്പിന്റെയും വാലിഡിറ്റിന്റെയും ഒരു എവിഡൻസ് ആണ് അത് ആ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ട്രേഡ് മാർക്കിന്റെ അൺലോഫുൾ യൂസേജും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അലോസ് ഫോർ ഫയലിംഗ് സ്യൂട്ട് ഫോർ ഇൻഫ്രിഞ്ച്മെന്റ്. ആരെങ്കിലും ഒരാൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ട് ഈ ഒരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എതിരെ സ്യൂട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് മാർക്ക് കിട്ടുന്ന ലീഗൽ പ്രൊട്ടക്ഷൻസ് ആണ്. ഇനി അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ കേസിൽ
ഇതുപോലെ തന്നെ ആ ട്രേഡ് മാർക്ക് അയാളുടെ കൺസെന്റ് ഇല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് ഇല്ലീഗൽ ആയിട്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യാം എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ആണ് അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന്റെ കേസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ട്രേഡ് മാർക്ക്. ഒരു ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇസ് ട്രേഡ് മാർക്ക് സെർച്ച്. ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് പറഞ്ഞാൽ നിലവിലില്ലാത്ത ഒരു ട്രേഡ് മാർക്ക്, ഒരു ലോഗോ, ഇതുവരെ ആരും യൂസ് ചെയ്യാത്ത ഒരു ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ആ ലോഗോനെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം. ദെൻ ഫയലിംഗ് ദ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫയലിംഗ് ആണ്. ദെൻ ആപ്ലിക്കേഷൻ എക്സാമിനേഷൻ. നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആർക്കാണോ നമ്മൾ ഫയൽ ചെയ്ത ആ ഏജൻസി എക്സാമിൻ ചെയ്യും. ദെൻ റെസ്പോൺസ് ടു എക്സാമിനേഷൻ റിപ്പോർട്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ അവർ എക്സാമിൻ ചെയ്തതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് നമുക്ക് അയക്കും. ആൻഡ് അതിലെന്തെങ്കിലും ഇപ്പൊ മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അയക്കും. വിത്തിൻ 13 days നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യണം. ദെൻ പബ്ലിക്കേഷൻ ഇൻ ദ ട്രേഡ് മാർക്ക് ജേർണൽ. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ട്രേഡ് മാർക്ക് ജേർണലില് പബ്ലിഷ് ചെയ്യും. ദെൻ ദേ വിൽ ഇൻവൈറ്റ് ഫോർ ഓപ്പോസിഷൻ. അങ്ങനെ ഓപ്പോസിഷൻ പ്രൊസീഡിങ്സ് ഉണ്ടാകും. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പോസിഷൻ പ്രൊസീഡിങ്സും കവർ ചെയ്ത് കഴിഞ്ഞാൽ അതും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ്. ഒഫീഷ്യലി നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഇത്രയാണ് പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് ട്രേഡ് മാർക്ക്. ദെൻ തേർഡ് വൺ ആണ് കോപ്പി റൈറ്റ്. കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഓതേഴ്സ് റൈറ്റ്. ഇറ്റ്സ് എ ലീഗൽ ടേം used to describe the rights of creators over the literary and artistic work. ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്കിന്റെ മേലുള്ള ആ ഓതറിന്റെ റൈറ്റിനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയാം. ഒരാളുടെ സിനിമ, ഒരാളുടെ നോവല്, അല്ലെങ്കിൽ ഒരാളുടെ അയാൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമോ അങ്ങനെ എന്ത് കാര്യങ്ങളും, അല്ലെങ്കിൽ ഡ്രാമ, അങ്ങനെയൊക്കെ ഉള്ളതിന്റെ മേലുള്ള റൈറ്റിനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയാം. ഇനി ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കോപ്പി റൈറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻജക്ഷൻ. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ കോർട്ട് ഓർഡർ that prohibits the infringer from engaging in the unauthorized use, reproduction, distribution or public display of the copyrighted material. Injunction എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാളെ ഈ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ, അല്ലെങ്കിൽ എന്താണോ കണ്ടന്റ്, സിനിമയാണോ നോവലാണോ എന്താണെന്നുണ്ടെങ്കിലും വേറൊരാൾ അത് കോപ്പി ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിനെ അയാളെ തടയുന്ന ആ ഒരു കോടതിന്റെ ആക്ടിനെയാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡാമേജസ്. ഇപ്പൊ ഈ കോപ്പിറൈറ്റ് ഉള്ള ഒരാൾക്ക് ഇപ്പൊ ബാക്കിയുള്ളവർ ഇത് എന്തെങ്കിലും മിസ്യൂസ് ചെയ്തത് കൊണ്ട് ഇയാൾക്ക് വന്നിട്ടുള്ള ഫിനാൻഷ്യലി അല്ലാതെ വന്നിട്ടുള്ള ഡാമേജസ് ഒക്കെ കവർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ദെൻ അക്കൗണ്ട്സ് ഓഫ് പ്രോഫിറ്റ്. ഇപ്പൊ ബാക്കിയുള്ളവർ ഈ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് മിസ്യൂസ് ചെയ്തിട്ട് അവർ അതിൽ നിന്നും എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഈ ഒരു കോപ്പിറൈറ്റ് ഉള്ള ആൾക്ക് എന്താ പറയാ, അതിനും ഷെയർ വാങ്ങാനുള്ള അർഹത ഉണ്ട്. ദെൻ സീജർ ആൻഡ് ഡിസ്ട്രക്ഷൻ. സീജർ ആൻഡ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ സീസ് ചെയ്തിട്ട് അത് നശിപ്പിച്ച് കളയാനുള്ള റൈറ്റും ഈ കോപ്പിറൈറ്റ് ഉള്ള ആ ഒരു ഓണർക്ക് ഉണ്ട്. ദെൻ ക്രിമിനൽ പ്രൊസീഡിങ്സ്. ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് ചെയ്യാവുന്നതാണ്. ദെൻ വെബ്സൈറ്റ് ബ്ലോക്കിംഗ്. ഇപ്പൊ ഈ കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഒക്കെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെയാണ് ഇല്ലീഗൽ ആയിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലൊക്കെ ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റും ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് പ്രൊസീജിയർ. കോപ്പിറൈറ്റിന്റെ കേസിൽ കോപ്പിറൈറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഫോം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കോപ്പിറൈറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എടുക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ആപ്ലിക്കേഷൻ ഫീ. ഓരോ ടൈപ്പ് വർക്കിനും ഓരോ ആപ്ലിക്കേഷൻ ഫീ ആണ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്താണ്, സിനിമയാണോ നോവലാണോ എന്താണോ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ ഫീ എത്രയാണോ നോക്കിയിട്ട് അത് നമ്മൾ അതിന്റെ കൂടെ വെക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഫോം കംപ്ലീഷൻ.
നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോമിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. എന്താണ് നമ്മുടെ ടൈറ്റിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോപ്പിറൈറ്റിന്റെ ആ ഐറ്റം എന്നുള്ളത്, ഇയർ ഓഫ് ക്രിയേഷൻ, ലാംഗ്വേജ്, ഓണർഷിപ്പ് ഇൻഫർമേഷൻസ്, ഇങ്ങനെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കണം. അങ്ങനെ ആ ഫോം കംപ്ലീറ്റ് ചെയ്യാം. ദെൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഇതിന്റെ കൂടെ ആവശ്യത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൂടെ ഫയൽ ചെയ്യണം. അതിൽ വരുന്നതാണ് മാനുസ്ക്രിപ്റ്റ്സ്, ബുക്സ്, ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, റെക്കോർഡിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഫയൽ ചെയ്യണം. ദെൻ സെൻഡിങ് ദ ആപ്ലിക്കേഷൻ, ഇത്രയെല്ലാം കൂടിയിട്ട് ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാം ഈ കോപ്പിറൈറ്റ് ഓഫീസിലോട്ട്. ദെൻ അക്നോളജ്മെന്റ്, ഈ കോപ്പിറൈറ്റ് ഓഫീസ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ, കോപ്പിറൈറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ അക്നോളജ് ചെയ്യും, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിനൊരു യൂണിക് ഡയറി നമ്പറും കൊടുക്കും. ആ ഡയറി നമ്പർ വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേജസും ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ആ കോപ്പിറൈറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സോ ഇത്രയാണ് കോപ്പിറൈറ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്നുള്ളത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ വിഷ്വൽ ഡിസൈൻ ഓഫ് ദ ഒബ്ജക്ട്സ് വിച്ച് ഈസ് നോട്ട് പ്യുവർലി യൂട്ടിലൈസ്ഡ്. വിഷ്വൽ ഡിസൈൻ റിലേറ്റഡ് പ്രൊഡക്ഷൻ ആണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിൽ വരുന്നത്. It consists of creation of features of shape, configuration, pattern, ornamentation, or composition of lines or colors. ഇങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ, വിഷ്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ലീഗൽ പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ കോപ്പിറൈറ്റിനാണെങ്കിലും പേറ്റന്റിനാണെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസൈനും എല്ലാത്തിനും വരുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ ഏകദേശം സിമിലർ പോയിന്റ്സ് തന്നെയാണ്. സോ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ബാക്കിയെല്ലാം ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫ്രിഞ്ച്മെന്റ് പ്രൊസീഡിങ്സ് ആണ്. അതായത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ അൺഓതറൈസ്ഡ് ആയിട്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സീസ് ആൻഡ് ഡെസിസ്റ്റ് നോട്ടീസ്, അതായത് ഇങ്ങനെ ചെയ്യരുത്, ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലീഗലി മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇൻജങ്ഷൻ, ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിന്റെ ഓർഡർ ആണ് അങ്ങനെയുള്ള രജിസ്റ്റേർഡ് ഡിസൈൻസ് യൂസ് ചെയ്യരുത് എന്നുള്ളതിന്. ദെൻ ഡാമേജസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് പ്രോഫിറ്റ്സ്, ഈ പേറ്റന്റ് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഡിസൈനിന് അതിന്റെ ഓണർക്ക് എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത് അൺഓതറൈസ്ഡ് ആയിട്ട് മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് അവരെന്തെങ്കിലും അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിനും ഇയാൾക്ക് ഷെയർ ഉണ്ട്. ദെൻ ഡെലിവറി ആൻഡ് ഡിസ്ട്രക്ഷൻ, ആ ഇൻഡസ്ട്രിയൽ ഡിസൈൻ കോപ്പി ചെയ്തിട്ടുള്ള സാധനങ്ങൾ സീസ് ചെയ്യാനും നശിപ്പിച്ച് കളയാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ കൺവേർഷൻ ഓഫ് സിവിൽ ആക്ഷൻ ഇൻറ്റു ക്രിമിനൽ കംപ്ലൈന്റ്, അത് വിൽഫുള്ളി അയാൾ മനഃപൂർവ്വം കൊമേഴ്ഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കേസായിട്ട് ഫയൽ ചെയ്യാനും ഇയാൾക്ക് റൈറ്റ് ഉണ്ട്. ഇനി ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിന്റെ കേസിൽ വരുന്ന പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയലിംഗ് ആപ്ലിക്കേഷൻ വിത്ത് ദ ഡിസൈൻ ഓഫീസ് ഓഫ് IPTO. IPTO സ്റ്റാൻഡ് ഫോർ ഇന്ത്യൻ പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസ്. അപ്പോൾ ഈ IPTOന്റെ ഡിസൈൻ ഓഫീസായിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ ആപ്ലിക്കേഷനിൽ വേണ്ട റിക്വയർമെന്റ്സ്, അതിൽ വേണ്ട ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് നെയിം, അഡ്രസ്, അങ്ങനെയുള്ള ആപ്ലിക്കൻസിന്റെ ബേസിക് ഡീറ്റെയിൽസ്. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസൈനിന്റെ ഡ്രോയിങ്സ്, അതുപോലെ തന്നെ അതിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമിൽ വേണ്ടത്. ദെൻ ഫോമൽ എക്സാമിനേഷൻ, ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ആ ഓഫീസിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്യും. ദെൻ സബ്സ്റ്റാൻറ്റീവ് എക്സാമിനേഷൻ, ഈ ഫോമൽ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ഇതിന്റെ ഒറിജിനാലിറ്റിയും നോവൽറ്റിയും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഓഫീസിൽ നിന്ന് ഒരു സബ്സ്റ്റാൻറ്റീവ് എക്സാമിനേഷൻ ഉണ്ടാവും. ദെൻ പബ്ലിക്കേഷൻ ആൻഡ് ഒപ്പോസിഷൻ, ഈ ഓഫീസർ ഈ ഇത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ പബ്ലിഷ് ചെയ്യും. ദെൻ ദേ വിൽ ഇൻവൈറ്റ് ഫോർ ഒപ്പോസിഷൻ, ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന എന്തെങ്കിലും ഒപ്പീനിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കും. ദെൻ അതൊക്കെ കവർ ചെയ്ത് അതൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് ഈ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യും, ആ സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്യും. ഇത്രയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ഈ യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ള ലാസ്റ്റിലെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. Geographical indication means the name or sign used on products which correspond to a specific geographical location or origin.
ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു സ്ഥലപ്പേര് കൊണ്ട് അറിയപ്പെടുന്ന പ്രോഡക്ട്സ്, അങ്ങനെയുള്ളതിനാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ആറന്മുള കണ്ണാടി, ദെൻ ആലപ്പുഴയിൽ ബേസ് ചെയ്തിട്ടുള്ള കയറിന്റെ ഫാക്ടറീസും അത് ബേസ് ചെയ്തിട്ടുള്ള കയർ, അതുപോലെ തന്നെ ആറന്മുള കണ്ണാടിയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ എലിജിബിലിറ്റി. ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതിന്റെ റെപ്യൂട്ടേഷൻ, ക്വാളിറ്റി, ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷന്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ പ്രിപ്പയറിംഗ് ആപ്ലിക്കേഷൻ, എല്ലാ വേണ്ട ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. ദെൻ ഫയലിംഗ് ദ ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ അതോറിറ്റിന്റെ മുന്നിൽ ഫയൽ ചെയ്യാം. ഇവിടെ വരുന്ന ഓഫീസ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി എന്ന് പറയുന്ന ആ ഓഫീസിലാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. ദെൻ എക്സാമിനേഷൻ, ഈ രജിസ്ട്രി നമ്മുടെ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്യും. ദെൻ ഇത് ഇവര് പബ്ലിഷ് ചെയ്തിട്ട് ദെൻ ഒപ്പോസിഷൻ ഇൻവൈറ്റ് ചെയ്യും. നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനും അതിന്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ അവര് പബ്ലിഷ് ചെയ്തിട്ട് ആരെടുത്തെങ്കിലും ഒപ്പോസിങ് ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അവര് നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യും. ദെൻ രജിസ്ട്രേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ദെൻ റിന്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്കിടക്ക് നമ്മൾ ഈ റിന്യൂവൽ ഫീ അടച്ചിട്ട് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് 10 years ആണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. പേറ്റന്റ് ഒക്കെ എന്ന് പറയുന്നത് 20 years ആണ്. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, 5 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതിന്റെ എല്ലാത്തിന്റെയും ലീഗൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ ആപ്ലിക്കേഷൻ, ദെൻ ഇതിൽ വരുന്ന കവർ ചെയ്യുന്ന ഏരിയാസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.